ബാലന്തിയോർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ റൊണാൾഡോയും മെസ്സിയും ഇല്ല. ഇരുവരും യൂറോപ്യൻ ഫുട്ബോൾ വിട്ടതോടെയാണ് ബാലന്തിയോർ ലിസ്റ്റിൽ നിന്നും അകന്നത്. 2003 ശേഷം ആദ്യമായി ഇരുവരും പട്ടികയിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പ്രസാദ് കാളിദാസൻ വീണ്ടും ചേരുന്നു വിവരങ്ങൾ നൽകാനും. പ്രസാദ്, റൊണാൾഡോയും അതുപോലെ മെസ്സിയും ഇല്ലാതെ എന്ത് ബാലന്തിയോർ പുരസ്കാരം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായും ഫിജി, കാരണം ഈ ബാലന്റിയോർ പുരസ്കാരം അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാര വിതരണം എന്ന് പറയുന്നത് കായിക പ്രേമികൾ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർ ഏറെ ഉറ്റുനോക്കുന്ന, ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു പുരസ്കാര വിതരണമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കൊല്ലത്തെ 2024 ബാലന്റിയോർ പുരസ്കാരത്തിലേക്കുള്ള ആ ഒരു പട്ടികയിൽ 30 പേരുടെ പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു പട്ടികയിൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇല്ല എന്നുള്ളത് ആരാധകരെ വല്ലാതെ നിരാശയിൽ ആഴ്ത്തുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം 2003 ശേഷം 2003 മുതൽ 2004 തൊട്ട് 2023 വരെ ഇവർ ഈ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും ഈ ഒരു പട്ടികയിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒന്ന് തുടർന്നില്ലെങ്കിലും ഇതേപോലെ തന്നെ ഇവർക്ക് ബാലന്റിയോർ പുരസ്കാരം കിട്ടിയിരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ബാലന്റിയോർ പുരസ്കാരം കിട്ടിയ രണ്ട് പ്ലേയേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ രണ്ട് ഫുട്ബോൾ കളിക്കാരുടെ പേര് പറഞ്ഞാൽ എന്തായാലും മെസ്സിയും റൊണാൾഡോയും എന്ന് തന്നെ പറയണം. കാരണം ഏറ്റവും കൂടുതൽ ബാലന്റിയോർ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മെസ്സിക്കാണ്, 8 തവണ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് നിൽക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ 5 തവണ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു 2024 ഇവർ രണ്ടുപേരുടെയും പേരില്ല എന്നുള്ളതാണ്. ഇവരുടെ കളി മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമോ അങ്ങനത്തെ ഒരു സാഹചര്യവുമല്ല ഇവിടെ പ്രധാനമായിട്ടുമുള്ളത്. കാരണം ഈ ഒരു ബാലന്റിയോർ പുരസ്കാരം എന്ന് പറയുന്നത് ഈ പ്രീമിയർ ലീഗ്, അതായത് യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന ആൾക്കാർക്കായിട്ടാണ് പ്രധാനമായും ബാലന്റിയോർ പുരസ്കാരം കൊടുക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ അറബ് ലീഗിലാണ് കളിക്കുന്നത്, അൽ നസറിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. നോക്കുമ്പോൾ ഈ ഒരു കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഒരു താരം കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 54 ഗോളുകൾ നേടിയിട്ടുണ്ട് അൽ നസറിന് വേണ്ടിയിട്ട് ഈ 2023-24 സീസണിൽ. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഒരു ബാലന്റിയോർ പുരസ്കാരത്തിലേക്ക് പരിഗണിക്കാനാവില്ല, കാരണം അതൊരു അറബ് ലീഗാണ്. ഈ ഒരു ബാലന്റിയോർ പുരസ്കാരത്തിൽ പരിഗണിക്കുന്ന ലീഗുകൾ എന്ന് പറയുന്നത് പ്രധാനമായും ബുണ്ടസ് ലീഗ, അതായത് ജർമ്മൻ ലീഗ്, അതേപോലെ തന്നെ ലാ ലീഗ സ്പാനിഷ് ലീഗ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഇതിൽ ഈ ഒരു ക്ലബ്ബുകളിൽ കളിക്കുന്ന, ഈ ലീഗിലെ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും ബാലന്റിയോർ പുരസ്കാരം എന്തായാലും ഉള്ളത്. എന്തായാലും ഇത്തവണ ഇവർ രണ്ടുപേരുമില്ല. എന്നാലും ആരാധകർക്ക്, ഫുട്ബോൾ ആരാധകർക്ക് അല്ലെങ്കിൽ ഫുട്ബോളിനെ അത്രമേൽ സ്നേഹിക്കുന്നവർക്കൊക്കെ വലിയൊരു ആവേശം യൂറോപ്യൻ ഫുട്ബോൾ ഇവര് രണ്ടുപേരും വിട്ടു, അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുക്കപ്പട്ടികയിലേക്ക്, ബാലന്തിയറിലേക്ക് അവർ പരിഗണിക്കപ്പെടില്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ആരാധകരെ സംബന്ധിച്ച് നേരത്തെ കാളിദാസൻ പറഞ്ഞ പോലെ വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ ഫുട്ബോൾ ഇവർ ഉൾപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ്. അത് ഈ റൊണാൾഡോയുടെയും മെസ്സിയുടെയും ആരാധകർ മനസ്സിലാക്കണം, അങ്ങനെയല്ലേ? തീർച്ചയായും. കാരണം നമുക്ക് ഇതിൽ മറ്റൊരു തരത്തിലും നമ്മളൊരു വിമർശനം ഉന്നയിക്കേണ്ട കാര്യമില്ല. ഒന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അറബ് ലീഗിന് വേണ്ടി കളിക്കുന്നു, അതേപോലെ തന്നെ അമേരിക്കൻ ലീഗിന് വേണ്ടിയാണ് ഇപ്പോൾ മെസ്സി കളിക്കുന്നത്. ഈ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മൊത്തമായിട്ടും ഈ ഒരു യൂറോപ്യൻ ലീഗിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്തവണത്തെ ബാലന്റിയോർ പുരസ്കാരത്തിൽ ഇടം നേടാൻ കഴിയാതിരുന്നത്. മുൻപൊക്കെ സ്പാനിഷ് ലീഗായ ബാഴ്സലോണയിലും അതേപോലെ തന്നെ PSG യിലുമൊക്കെ ആയിരുന്നു മെസ്സി കളിച്ചിരുന്നത്. അതേപോലെ തന്നെ റയൽ മാഡ്രിഡിലായിരുന്നു, സ്പാനിഷ് ലീഗിലുള്ള റയൽ മാഡ്രിഡിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ മുൻപും പരിഗണിച്ചിരുന്നത്. മാത്രമല്ല ഇവർ നല്ലൊരു പ്രകടനവും കൂടി കാഴ്ചവെച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഈ ഒരു ബാലന്റിയോർ പുരസ്കാരത്തിലേക്കുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി എന്തായാലും ആ ഒരു ജൂറി അംഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷ വെക്കാനുള്ള ഒരുപാട് താരങ്ങളുണ്ട് ഈ ഒരു 30 പേരുടെ ഈ ഒരു പട്ടികയിൽ. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഈ ഒരു മെസ്സിക്ക് 1ാം സ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ബാലന്റിയോർ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇതിന് തൊട്ട് താഴെ യഥാക്രമമായി 2 പേരുകളുണ്ടായിരുന്നു. അതായത് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയറാണ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്, നോർവീജിയൻ താരമാണ്. അതേപോലെ തന്നെ കെയ്ലിയൻ എംബാപ്പെ എന്ന് പറയുന്ന ഫ്രഞ്ച് താരമാണ്. അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ചെറുപ്പക്കാരാണ് ഇവർ, അധികം പ്രായമില്ല. ഫുട്ബോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് വ്യാപകമായി വ്യാപിച്ചിരിക്കുന്ന ഒരു കായിക ഇനമായതുകൊണ്ട് തന്നെ അവിടെ പ്രായം ഒരു ഘടകമല്ല. ഇപ്പോൾ മെസ്സി തന്നെ ഒരു 16ാം വയസ്സിലാണ് എത്തിയത്
അതുകൊണ്ട് തന്നെ ഇതിൽ പ്രായം എന്നുള്ളത് ഒരു ഘടകമല്ല. അതല്ലാതെ തന്നെ പലതരം പുരസ്കാര വിതരണങ്ങളും ഈ ഒരു ബാലൻ ഡിയോറിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു എർലിംഗ് ഹാലൻഡും അതേപോലെ തന്നെ കൈലിയൻ എംബാപ്പയുമാണ് ഇതിൽ സാധ്യത ഉള്ള ചില താരങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം, ഇംഗ്ലണ്ടിൻ്റെ റയൽ മാഡ്രിഡ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്. അതേപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, ബ്രസീലിയൻ താരമായ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. അദ്ദേഹവും റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സാധ്യതയായി അതിൽ ആരൊക്കെയാണ് ഉയർന്നു വരിക, ബാലൻ ഡിയോർ ആരുടെ കയ്യിലെത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി കാളിദാസൻ.